പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ആദിയിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? ഉത്തരം: പാഴും ശൂന്യവും. ഉൽപ്പത്തി 1:2. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു? ഉത്തരം: വെള്ളത്തിന്മീതെ. 1:2. ക്വസ്റ്റ്യൻ: ഇരുൾ ഉണ്ടായിരുന്നത് എവിടെ? ഉത്തരം: ആഴത്തിന്മീതെ. 1:2. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന. ഉത്തരം: വെളിച്ചം ഉണ്ടാകട്ടെ. 1:3. ക്വസ്റ്റ്യൻ: നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ച്? ഉത്തരം: വെളിച്ചം. 1:4. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യം പറയപ്പെട്ട സംഖ്യ. ഉത്തരം: 1. 1:5. ക്വസ്റ്റ്യൻ: ദൈവം വിധാനത്തിന് എന്തു പേരിട്ടു? ഉത്തരം: ആകാശം. 1:8. ക്വസ്റ്റ്യൻ: നല്ലത് എന്ന് പറഞ്ഞിട്ടില്ലാത്തത് ഏത് ദിവസത്തെ സൃഷ്ടിയാണ്? ഉത്തരം: 2-ാം ദിവസം. 1:6 മുതൽ 8 വരെ. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യം പറയപ്പെട്ട ജീവി. ഉത്തരം: തിമിംഗലം. 1:21. ക്വസ്റ്റ്യൻ: എത്രാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഉത്തരം: 6-ാം ദിവസം. 1:26 മുതൽ 30 വരെ. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യം പറയപ്പെട്ട കളർ. ഉത്തരം: പച്ച. 1:30. ക്വസ്റ്റ്യൻ: ദൈവം ഭൂചര ജന്തുക്കൾക്ക് ആഹാരമായിട്ട് കൊടുത്തത് എന്ത്? ഉത്തരം: പച്ച സസ്യം. 1:30. ക്വസ്റ്റ്യൻ: ദൈവം അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം ഏത്? ഉത്തരം: 7-ാം ദിവസം. ഉൽപ്പത്തി 2:3. ക്വസ്റ്റ്യൻ: മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഏതിൽ നിന്നാണ്? ഉത്തരം: പൊടിയിൽ നിന്ന്. 2:7. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യം പറയപ്പെട്ട ദിക്ക്. ഉത്തരം: കിഴക്ക്. 2:8. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യം പറയപ്പെട്ട വൃക്ഷം. ഉത്തരം: ജീവവൃക്ഷം. 2:9. ക്വസ്റ്റ്യൻ: ഏദൻ തോട്ടത്തിൻ നടുവിൽ ദൈവം നിലത്തു നിന്നും മുളപ്പിച്ച 2 വൃക്ഷങ്ങൾ ഏവ? ഉത്തരം: ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. 2:9. ക്വസ്റ്റ്യൻ: ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടത് എന്തിനു വേണ്ടി? ഉത്തരം: തോട്ടം നനപ്പാൻ. 2:10. ക്വസ്റ്റ്യൻ: ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ട് അത് അവിടെ നിന്ന് എത്ര ശാഖയായി പിരിഞ്ഞു? ഏതെല്ലാം? ഉത്തരം: 4. പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. 2:11 മുതൽ 14 വരെ. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യം പേർ പറയപ്പെട്ട നദി. ഉത്തരം: പീശോൻ. 2:11. ക്വസ്റ്റ്യൻ: ഹവീല ദേശമൊക്കെയും ചുറ്റുന്ന നദി. ഉത്തരം: പീശോൻ. 2:11. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യം പേർ പറഞ്ഞിരിക്കുന്ന ലോഹം.
ഉത്തരം പൊന്ന് 2:12. ക്വസ്റ്റ്യൻ: ഗുൽഗുലുവും ഗോമേതകവും ഉള്ള ദേശമേത്? ഉത്തരം ഹവീല 2:12-13. ക്വസ്റ്റ്യൻ: അശ്ശൂരിന് കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ഉത്തരം ഹിദ്ദേക്കൽ 2:14. ക്വസ്റ്റ്യൻ: ഏദൻ തോട്ടം കാപ്പാൻ ദൈവം ഏൽപ്പിച്ചത് ആരെയാണ്? ഉത്തരം മനുഷ്യനെ 2:15. ക്വസ്റ്റ്യൻ: തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം ഏത്? ഉത്തരം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം 2:17. ക്വസ്റ്റ്യൻ: ആദാമിൽ നിന്നും എടുത്ത വാരിയെല്ലിന് പകരം ദൈവം കൊടുത്തത് എന്ത്? ഉത്തരം മാംസം 2:21. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യം പേർ പറഞ്ഞിരിക്കുന്ന എല്ല്? ഉത്തരം വാരിയെല്ല് 2:22. ക്വസ്റ്റ്യൻ: യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പിനുള്ള പ്രത്യേകത? ഉത്തരം കൗശലമേറിയതായിരുന്നു 3:1. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിലെ ആദ്യ ചോദ്യം ചോദിച്ചതാര്? ഉത്തരം പാമ്പ് 3:1. ക്വസ്റ്റ്യൻ: ബൈബിളിലെ ആദ്യത്തെ ചോദ്യം? ഉത്തരം തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? 3:1. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യമായി കള്ളം പറഞ്ഞ വ്യക്തി? ഉത്തരം ഹവ്വ 3:3. ക്വസ്റ്റ്യൻ: എന്തുപയോഗിച്ചാണ് ആദാമും ഹവ്വായും അരയാട ഉണ്ടാക്കിയത്? ഉത്തരം അത്തിയില 3:7. ക്വസ്റ്റ്യൻ: ആദ്യത്തെ വസ്ത്രം? ഉത്തരം അരയാട 3:7. ക്വസ്റ്റ്യൻ: യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച മനുഷ്യൻ കേട്ടത് എപ്പോൾ? ഉത്തരം വെയിലാറിയപ്പോൾ 3:8. ക്വസ്റ്റ്യൻ: ദൈവം ചോദിച്ച ആദ്യ ചോദ്യം? ഉത്തരം നീ എവിടെ 3:9. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ഭയപ്പെട്ടതായി പറയപ്പെടുന്ന ആദ്യ വ്യക്തി ആര്? ഉത്തരം ആദാം 3:10. ക്വസ്റ്റ്യൻ: നീ ഈ ചെയ്തത് എന്ത് എന്ന് ആര് ആരോട് ചോദിച്ചു? ഉത്തരം യഹോവയായ ദൈവം സ്ത്രീയോട് 3:13. ക്വസ്റ്റ്യൻ: യഹോവയായ ദൈവം ആദ്യം ശപിച്ചത് ആരെ? ഉത്തരം പാമ്പിനെ 3:14. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനമേത്? ഉത്തരം ഉൽപ്പത്തി 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ക്വസ്റ്റ്യൻ: ജീവനുള്ളവർക്കെല്ലാം മാതാവ് ആര്? ഉത്തരം ഹവ്വ 3:20. ക്വസ്റ്റ്യൻ: ആദാമിനും ഹവ്വായ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്തതാര്? ഉത്തരം ദൈവം 3:21. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യം പേർ പറയപ്പെട്ട വ്യക്തി? ഉത്തരം ഹവ്വ 3:20. ക്വസ്റ്റ്യൻ: ആദാമിനെയും ഹവ്വായെയും
പുറത്താക്കിയ ശേഷം ഏദൻ തോട്ടത്തിന് കാവൽ നിർത്തിയത് ആരെയാണ്? ഉത്തരം കെരൂബുകളെ. 3:24. ക്വസ്റ്റ്യൻ: ഏതിലേക്കുള്ള വഴി കാപ്പാൻ ദൈവം ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി? ഉത്തരം ജീവൻ്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി. 3:24. ക്വസ്റ്റ്യൻ: ഭൂമിയിൽ ആദ്യം ജനിച്ച മനുഷ്യൻ ആര്? ഉത്തരം കയീൻ. 4:1. ക്വസ്റ്റ്യൻ: ആദ്യം പേർ പറഞ്ഞിരിക്കുന്ന മൃഗം? ഉത്തരം ആട്. 4:2. ക്വസ്റ്റ്യൻ: ആദ്യത്തെ ആട്ടിടയൻ? ഉത്തരം ഹാബേൽ. 4:2. ക്വസ്റ്റ്യൻ: ആദ്യത്തെ കൃഷിക്കാരൻ? ഉത്തരം കയീൻ. 4:2. ക്വസ്റ്റ്യൻ: കയീൻ യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നത് എവിടെ നിന്ന്? ഉത്തരം നിലത്തെ അനുഭവത്തിൽ നിന്ന്. 4:3. ക്വസ്റ്റ്യൻ: ഏറ്റവും കോപമുണ്ടായി മുഖം വാടിയത് ആരുടെ? ഉത്തരം കയീൻ്റെ. 4:5. ക്വസ്റ്റ്യൻ: ബൈബിളിൽ ആദ്യം മരിച്ച വ്യക്തി ആര്? ഉത്തരം ഹാബേൽ. 4:8. ക്വസ്റ്റ്യൻ: എൻ്റെ കുറ്റം പൊറുക്കാൻ കഴിയുന്നതിനേക്കാൾ അധികമാകുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം കയീൻ. 4:13. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അടയാളം? ഉത്തരം കയീന് യഹോവ നൽകിയ അടയാളം. 4:15. ക്വസ്റ്റ്യൻ: ഏദൻ്റെ ഏതു ഭാഗത്താണ് നോദ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കിഴക്ക്. 4:16. ക്വസ്റ്റ്യൻ: യഹോവയുടെ സന്നിധി വിട്ട് കയീൻ പോയി പാർത്ത ദേശമേത്? ഉത്തരം നോദ്. 4:16. ക്വസ്റ്റ്യൻ: മനുഷ്യൻ ഉണ്ടാക്കിയ ആദ്യത്തെ പട്ടണത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഹാനോക്ക്. 4:17. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ പട്ടണം? ഉത്തരം ഹാനോക്ക്. 4:17. ക്വസ്റ്റ്യൻ: ആദ്യമായി ബഹുഭാര്യാത്വം സ്വീകരിച്ച വ്യക്തി? ഉത്തരം ലാമെക്ക്. 4:19. ക്വസ്റ്റ്യൻ: ആദ്യത്തെ ബഹുഭാര്യമാർ? ഉത്തരം ആദാ, സില്ല. 4:19. ക്വസ്റ്റ്യൻ: കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവ് ആര്? ഉത്തരം യാബാൽ. 4:20. ക്വസ്റ്റ്യൻ: സംഗീത ഉപകരണങ്ങളുടെ ആദ്യ പിതാവ്? ഉത്തരം യൂബാൽ. 4:21. ക്വസ്റ്റ്യൻ: യൂബാൽ എന്ത് പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു? ഉത്തരം കിന്നരവും വേണുവും. 4:21. ക്വസ്റ്റ്യൻ: ആദ്യത്തെ പെങ്ങൾ? ഉത്തരം നയമ. 4:22. ക്വസ്റ്റ്യൻ: എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെ കൊല്ലും എന്ന് പറഞ്ഞതാര്? ഉത്തരം ലാമെക്ക്. 4:23. ക്വസ്റ്റ്യൻ: ആരുടെ കാലത്താണ് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയത്? ഉത്തരം എനോഷിൻ്റെ. 4:26. ക്വസ്റ്റ്യൻ: ഷേത്തിന് 50 വയസ്സുള്ളപ്പോൾ ആദാമിന് എത്ര വയസ്സുണ്ടായിരുന്നു?
ഉത്തരം 180 വയസ്സ്. 5/3. ക്വസ്റ്റ്യൻ: ആരുടെ സ്വരൂപത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? ഉത്തരം ദൈവത്തിൻ്റെ. 5/1. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ വയസ്സ് എത്ര ആരുടെ? ഉത്തരം 130 ആദമിൻ്റെ. 5/3. ക്വസ്റ്റ്യൻ: ആദ്യ ആയുഷ്കാലം? ഉത്തരം 930 ആദമിൻ്റെ. 5/5. ക്വസ്റ്റ്യൻ: ഹാനോക്ക് എത്ര സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു? ഉത്തരം 300 സംവത്സരം. 5/22. ക്വസ്റ്റ്യൻ: ആദ്യമായി ദൈവത്തോടു കൂടെ നടന്നതാര്? ഉത്തരം ഹാനോക്ക്. 5/24. ക്വസ്റ്റ്യൻ: ദൈവത്തോടു കൂടെ നടന്ന 2 വ്യക്തികൾ ആരെല്ലാം? ഉത്തരം ഹാനോക്ക്, നോഹ. 5/24, 6/9. ക്വസ്റ്റ്യൻ: ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തി? ഉത്തരം ഹാനോക്ക്. 5/24. ക്വസ്റ്റ്യൻ: ഏറ്റവും അധികം നാൾ ജീവിച്ചിരുന്ന വ്യക്തി ആര്? ഉത്തരം മെതൂശലഹ്. 969 വർഷം. 5/27. ക്വസ്റ്റ്യൻ: നമ്മുടെ പ്രവൃത്തിയിലും കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് ലാമയ്ക്ക് മകനിട്ട പേരെന്ത്? ഉത്തരം നോഹ. 5/29. ക്വസ്റ്റ്യൻ: മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടതാര്? ഉത്തരം ദൈവത്തിൻ്റെ പുത്രന്മാർ. 6/2. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ ഹൃദയത്തിന് അതിദുഃഖമായി തീർന്ന സംഗതി എന്ത്? ഉത്തരം മനുഷ്യനെ ഉണ്ടാക്കിയത്. 6/6. ക്വസ്റ്റ്യൻ: നോഹയുടെ പുത്രന്മാരുടെ പേരുകൾ? ഉത്തരം ഷേം, ഹാം, യാഫെത്ത്. 6/10. ക്വസ്റ്റ്യൻ: ഭൂമിയിൽ ദൈവത്തിൻ്റെ വഴി വഷളാക്കിയവർ ആര്? ഉത്തരം സകല ജഡവും. 6/12. ക്വസ്റ്റ്യൻ: ഏത് തടി കൊണ്ടാണ് നോഹ പെട്ടകം നിർമ്മിച്ചത്? ഉത്തരം ഗോഫർ മരം. 6/14. ക്വസ്റ്റ്യൻ: ആദ്യത്തെ അളവ് എത്ര? ഉത്തരം 300 മുഴം. 6/15. ക്വസ്റ്റ്യൻ: ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിക്കുവാൻ ദൈവം ഭൂമിയിൽ വരുത്തിയത് എന്ത്? ഉത്തരം ജലപ്രളയം. 6/17. ക്വസ്റ്റ്യൻ: ആദ്യത്തെ പ്രകൃതി ദുരന്തം? ഉത്തരം പ്രളയം. 7/6. ക്വസ്റ്റ്യൻ: നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായത്? ഉത്തരം 7 ദിവസം. 7/7 മുതൽ 10 വരെ. ക്വസ്റ്റ്യൻ: പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് ആര്? ഉത്തരം യഹോവ. 7/16. ക്വസ്റ്റ്യൻ: എത്ര ദിവസം ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായി? ഉത്തരം 40 ദിവസം. 7/17. ക്വസ്റ്റ്യൻ: ജലപ്രളയകാലത്ത് വെള്ളം ഭൂമിയിൽ എത്ര ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു? ഉത്തരം 150 ദിവസം. 7/24. ക്വസ്റ്റ്യൻ: ആദ്യത്തെ തീയതി? ഉത്തരം 600-ാം സംവത്സരം 2-ാം മാസം 17-ാം തീയതി.
7:11. ക്വസ്റ്റ്യൻ: നോഹയും കുടുംബവും എത്ര ദിവസം പെട്ടകത്തിലായിരുന്നു? ഉത്തരം: 1 വർഷവും 17 ദിവസവും. 7:7 മുതൽ 11 വരെ 8:14. ക്വസ്റ്റ്യൻ: പെട്ടകം ഉറച്ചത് എന്നായിരുന്നു? ഉത്തരം: 7-ാം മാസം 17-ാം തീയതി 8:4. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്ന പർവ്വതം ഏത്? ഉത്തരം: അരാരത്ത് 8:4. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ പറയുന്ന ആദ്യത്തെ പക്ഷി? ഉത്തരം: മലങ്കാക്ക 8:7. ക്വസ്റ്റ്യൻ: നോഹ പെട്ടകത്തിൽ എത്ര ദിവസം താമസിച്ചു? ഉത്തരം: 1 വർഷവും 10 ദിവസവും. 7:10 8:14. ക്വസ്റ്റ്യൻ: മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ എങ്ങനെയുള്ളതാണ്? ഉത്തരം: ദോഷമുള്ളത് 8:21. ക്വസ്റ്റ്യൻ: ദൈവം നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചത് എപ്പോൾ? ഉത്തരം: ജലപ്രളയത്തിന് ശേഷം 9:1. ക്വസ്റ്റ്യൻ: എന്നു മുതലാണ് മനുഷ്യൻ മാംസം കഴിച്ചു തുടങ്ങിയത്? ഉത്തരം: ജലപ്രളയത്തിന് ശേഷം 9:4. ക്വസ്റ്റ്യൻ: ജലപ്രളയാനന്തരം ദൈവം ചെയ്ത നിയമത്തിൻ്റെ അടയാളം എന്ത്? ഉത്തരം: മഴവില്ല് 9:13. ക്വസ്റ്റ്യൻ: മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയതായി പറയപ്പെടുന്ന ആദ്യ വ്യക്തി? ഉത്തരം: നോഹ 9:20. ക്വസ്റ്റ്യൻ: തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായിത്തീരും എന്ന് നോഹ ശപിച്ചതാരെ? ഉത്തരം: ഹാമിനെ 9:25. ക്വസ്റ്റ്യൻ: ജലപ്രളയത്തിന് ശേഷം നോഹ എത്ര സംവത്സരം ജീവിച്ചിരുന്നു? ഉത്തരം: 350 സംവത്സരം 9:28. ക്വസ്റ്റ്യൻ: ആരുടെ മക്കളാലും അവരുടെ കാലത്തും ആണ് ജാതികളുടെ ദ്വീപുകൾ ദേശത്തിലും ഭാഷയുടെയും ജാതിയുടെയും കുലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പിരിഞ്ഞുപോയത്? ഉത്തരം: യാഫത്തിൻ്റെ 10:1 മുതൽ 5 വരെ. ക്വസ്റ്റ്യൻ: ആദ്യ വീരൻ? ഉത്തരം: നിമ്രോദ് 10:8. ക്വസ്റ്റ്യൻ: യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായി അറിയപ്പെട്ട വ്യക്തി? ഉത്തരം: നിമ്രോദ് 10:8, 9 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ആദ്യത്തെ മഹാനഗരം? ഉത്തരം: രേസൻ 10:12. ക്വസ്റ്റ്യൻ: ആദ്യമായി ഭൂവാസികൾ പിരിഞ്ഞുപോയത് ആരുടെ കാലത്താണ്? ഉത്തരം: പേലഗ് 10:25. ക്വസ്റ്റ്യൻ: ഒരാളിൻ്റെ പേരും ഇയ്യോബിൻ്റെ ജന്മസ്ഥലവും ഒന്നാണ്, എന്താണത്? ഉത്തരം: ഊസ് 10:23. ക്വസ്റ്റ്യൻ: ഒരു ഉപകരണത്തിൻ്റെ പേരും സ്ഥലത്തിൻ്റെ പേരും ഒന്നാണ്, പേരെന്ത്? ഉത്തരം: മേശ 10:29, 30. ക്വസ്റ്റ്യൻ: എവിടെയാണ് ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിതത്? ഉത്തരം: ഷിനാർ ദേശത്ത്. ഉൽപ്പത്തി 11:1 മുതൽ 3 വരെ. ക്വസ്റ്റ്യൻ: എവിടെ വെച്ചാണ് ദൈവം മനുഷ്യൻ്റെ ഭാഷ കലക്കിയത്? ഉത്തരം: ബാബേൽ 11:9. ക്വസ്റ്റ്യൻ: ഷേമിൻ്റെ ആദ്യജാതൻ ആരാണ്? ഉത്തരം: അർപ്പക്ഷാദ് 11:11. ക്വസ്റ്റ്യൻ: അബ്രഹാമിൻ്റെ പിതാവ് ആരാണ്?
ഉത്തരം തേരഹ് 11:20. ക്വസ്റ്റ്യൻ: ലോത്തിൻ്റെ വല്യപ്പൻ മരിച്ച സ്ഥലത്തിൻ്റെ പേരും ലോത്തിൻ്റെ അപ്പൻ്റെ പേരും ഒന്നാണ്. എന്താണത്? ഉത്തരം ഹാരാൻ 11:31-32. ക്വസ്റ്റ്യൻ: അബ്രഹാം ആദ്യമായി യാഗപീഠം പണിതത് എവിടെ? ഉത്തരം കനാൻ ദേശത്ത് 12:5-7 വരെ. ക്വസ്റ്റ്യൻ: അബ്രഹാം സാറയെ സഹോദരി എന്ന് ആദ്യം പറഞ്ഞത് എവിടെ വെച്ച്? ഉത്തരം മിസ്രയീം 12:13-14. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ പേർ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ അതിസുന്ദരി? ഉത്തരം സാറായി 12:14. ക്വസ്റ്റ്യൻ: ഫറവോൻ്റെ പ്രഭുക്കന്മാരാൽ പ്രശംസിക്കപ്പെട്ട സ്ത്രീ ആര്? ഉത്തരം സാറായി 12:15. ക്വസ്റ്റ്യൻ: കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ സമ്പന്നൻ? ഉത്തരം അബ്രാം 13:2. ക്വസ്റ്റ്യൻ: യഹോവ നശിപ്പിച്ചതിനു മുമ്പേ യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്ന ദേശങ്ങൾ ഏവ? ഉത്തരം സോദോം ഗൊമോറ 13:10. ക്വസ്റ്റ്യൻ: അബ്രഹാം ഹെബ്രോനിൽ പാർത്തത് എവിടെ? ഉത്തരം മമ്രേയുടെ തോപ്പിൽ 13:18. ക്വസ്റ്റ്യൻ: ജാതികളുടെ രാജാവ് ആരാണ്? ഉത്തരം തീദാൽ 14:1. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ രാജാവ്? ഉത്തരം അമ്രാഫേൽ 14:1. ക്വസ്റ്റ്യൻ: കാദേശിൻ്റെ മറുപേര് എന്ത്? ഉത്തരം ഏൻ മിഷ്പാത്ത് 14:7. ക്വസ്റ്റ്യൻ: ആദ്യത്തെ യുദ്ധഭൂമി? ഉത്തരം സിദ്ദീം താഴ്വര 14:8. ക്വസ്റ്റ്യൻ: കീൽക്കുഴിയിൽ വീണ രാജാക്കന്മാർ ആരെല്ലാം? ഉത്തരം സോദോം രാജാവായ ബേര, ഗൊമോറ രാജാവായ ബിർഷ 14:3-10. ക്വസ്റ്റ്യൻ: കീൽക്കുഴികൾ ഉണ്ടായിരുന്നത് എവിടെ? ഉത്തരം സിദ്ദീം താഴ്വരയിൽ 14:10. ക്വസ്റ്റ്യൻ: ആദ്യത്തെ എബ്രായൻ? ഉത്തരം അബ്രഹാം 14:13. ക്വസ്റ്റ്യൻ: അബ്രാം എത്ര അഭ്യാസികളുമായാണ് ലോത്തിനെ വിടുവിക്കാൻ പോയത്? ഉത്തരം 318 14:14. ക്വസ്റ്റ്യൻ: ഷാവേ താഴ്വരയുടെ മറ്റൊരു പേര്? ഉത്തരം രാജ താഴ്വര 14:17. ക്വസ്റ്റ്യൻ: ഏത് താഴ്വരയിൽ വെച്ചാണ് സോദോം രാജാവ് അബ്രഹാമിനെ എതിരേറ്റ് ചെന്നത്? ഉത്തരം രാജ താഴ്വര 14:17. ക്വസ്റ്റ്യൻ: ആരാണ് ശാലേം രാജാവ്? ഉത്തരം മൽക്കീസദക്ക് 14:18. ക്വസ്റ്റ്യൻ: അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം മൽക്കീസദക്ക് 14:18. ക്വസ്റ്റ്യൻ: അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിനെ എതിരേറ്റ ദൈവത്തിൻ്റെ പുരോഹിതൻ ആര്? ഉത്തരം മൽക്കീസദക്ക് 14:18. ക്വസ്റ്റ്യൻ: തനിക്കുള്ള സകലത്തിനും അബ്രഹാം ദശാംശം കൊടുത്തത് ആർക്ക്? ഉത്തരം മൽക്കീസദക്കിന് 14:20.
ക്വസ്റ്റ്യൻ ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. അബ്രാമിനോട് ഇത് പറഞ്ഞത് ആര്? ഉത്തരം സോദോം രാജാവ്. 14:21. ക്വസ്റ്റ്യൻ ആദ്യത്തെ ആടിൻ്റെ പേര്? ഉത്തരം കോലാട്. 15:2. ക്വസ്റ്റ്യൻ ആദ്യത്തെ മഹാനദി? ഉത്തരം ഫ്രാത്ത്. 15:18, 19. ക്വസ്റ്റ്യൻ അബ്രഹാം പിളർന്നു വെച്ച യാഗവസ്തുക്കളുടെ നടുവേ കടന്നുപോയത് എന്ത്? ഉത്തരം ജ്വലിക്കുന്ന ഒരു പന്തം. 15:17. ക്വസ്റ്റ്യൻ അബ്രഹാം യാഗം കഴിക്കാൻ ഉപയോഗിച്ച പക്ഷികൾ ഏവ? ഉത്തരം കുറുപ്രാവ്, പ്രാവിൻ കുഞ്ഞ്. 15:9. ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ പേർ പറയപ്പെട്ട ആദ്യ ദാസി? ഉത്തരം ഹാഗാർ. 16:1. ക്വസ്റ്റ്യൻ അബ്രാമും സാറായിയും കനാനിൽ വന്ന് എത്ര വർഷത്തിനു ശേഷമാണ് മിസ്രയീം ദാസിയായ ഹാഗാറിനെ അബ്രാമിനു ഭാര്യയായി കൊടുത്തത്? ഉത്തരം 10 സംവത്സരം. 16:3. ക്വസ്റ്റ്യൻ ആദ്യത്തെ നിന്ദിത? ഉത്തരം സാറ. 16:4. ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ആദ്യമായി സംസാരിച്ച സ്ത്രീ ആര്? ഉത്തരം ഹാഗാർ. 16:7, 8. ക്വസ്റ്റ്യൻ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ എവിടേക്ക് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് ഹാഗാറിനെ കണ്ടു? ഉത്തരം ശൂരിനു പോകുന്ന വഴി. 16:7. ക്വസ്റ്റ്യൻ ആരാണ് കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യൻ? ഉത്തരം ഇസ്മായേൽ. 16:12. ക്വസ്റ്റ്യൻ ആദ്യത്തെ കിണർ? ഉത്തരം ബെർലഹയിരോയി. 16:14. ക്വസ്റ്റ്യൻ അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ തനിക്ക് എത്ര വയസ്സായിരുന്നു? ഉത്തരം 99 വയസ്സ്. 17:24. ക്വസ്റ്റ്യൻ ജനനത്തിനു മുമ്പേ പേര് വിളിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആര്? ഉത്തരം ഇസ്മായേൽ. 16:11. ക്വസ്റ്റ്യൻ എത്രാമത്തെ വയസ്സിലാണ് അബ്രാമിന് അബ്രഹാം എന്ന് പേര് ലഭിച്ചത്? ഉത്തരം 99-ാം വയസ്സിൽ. 17:1 മുതൽ 5 വരെ. ക്വസ്റ്റ്യൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഉള്ള നിയമത്തിൻ്റെ അടയാളം എന്ത്? ഉത്തരം പരിച്ഛേദന. 17:11. ക്വസ്റ്റ്യൻ പുരുഷ പ്രജയൊക്കെയും എത്ര ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം? ഉത്തരം 8 ദിവസം. 17:12. ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ ആദ്യമായി ചിരിച്ചതായി പറഞ്ഞിരിക്കുന്നത് ആര്? ഉത്തരം അബ്രഹാം. 17:17. ക്വസ്റ്റ്യൻ അബ്രഹാം കവിണ്ണു വീണു ചിരിച്ചു. ശരിയോ തെറ്റോ? ഉത്തരം ശരി. 17:17. ക്വസ്റ്റ്യൻ അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ആര്? ഉത്തരം ഇസ്മായേൽ. 17:20. ക്വസ്റ്റ്യൻ ഇസ്മായേൽ എത്ര പ്രഭുക്കന്മാരെ ജനിപ്പിക്കുമെന്ന് യഹോവ അരുളി ചെയ്തു? ഉത്തരം 12 പ്രഭുക്കന്മാരെ. 17:20. ക്വസ്റ്റ്യൻ ജനനത്തിനു മുമ്പേ പേര് വിളിക്കപ്പെട്ട വാഗ്ദത്ത സന്തതി? ഉത്തരം ഇസ്ഹാക്ക്. 17:21. ക്വസ്റ്റ്യൻ അബ്രഹാം
ലോത്തിനെയും കുടുംബത്തെയും ഓർത്ത് യഹോവയോട് എത്ര പ്രാവശ്യം സംസാരിച്ചു? ഉത്തരം 6 പ്രാവശ്യം. ക്വസ്റ്റ്യൻ: യഹോവ അബ്രഹാമിന് ആരുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി? ഉത്തരം മമ്രേയുടെ തോപ്പിൽ. 18:1. ക്വസ്റ്റ്യൻ: അബ്രഹാം സാറായുടെ അടുക്കൽ ചെന്ന് ക്ഷണത്തിൽ എത്ര ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു? ഉത്തരം 3 ഇടങ്ങഴി. 18:6. ക്വസ്റ്റ്യൻ: സാറ കവിണ്ണു വീണ് ചിരിച്ചു. ശരിയോ തെറ്റോ? ഉത്തരം തെറ്റ്. സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. 18:12. ക്വസ്റ്റ്യൻ: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ആര് ആരോട് പറഞ്ഞു? ഉത്തരം യഹോവ അബ്രഹാമിനോട്. 18:13-14. ക്വസ്റ്റ്യൻ: ദൈവത്തോട് കള്ളം പറഞ്ഞ ആദ്യ സ്ത്രീ ആര്? ഉത്തരം സാറ. 18:15. ക്വസ്റ്റ്യൻ: അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടും. ആരിൽ? ഉത്തരം അബ്രഹാമിൽ. 18:18. ക്വസ്റ്റ്യൻ: സോദോമിനു വേണ്ടി മധ്യസ്ഥത ചെയ്തപ്പോൾ അബ്രഹാം പറഞ്ഞ നീതിമാന്മാരുടെ ഉയർന്ന സംഖ്യ എത്ര? ഉത്തരം 50. 18:24. ക്വസ്റ്റ്യൻ: സോദോം ഗോമോറയുടെ പതനം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായം ഏത്? ഉത്തരം 19. ക്വസ്റ്റ്യൻ: 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിൽ എത്തിയപ്പോൾ ലോത്ത് എവിടെയായിരുന്നു? ഉത്തരം സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. 19:1. ക്വസ്റ്റ്യൻ: ആദ്യത്തെ അന്ധന്മാർ? ഉത്തരം സോദോം നിവാസികൾ. 19:1-11 വരെ. ക്വസ്റ്റ്യൻ: ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തിയത് എപ്പോൾ? ഉത്തരം ഉഷസ് ആയപ്പോൾ. 19:15. ക്വസ്റ്റ്യൻ: യഹോവ സോദോമിൻ്റെയും ഗൊമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് എന്തൊക്കെ വർഷിപ്പിച്ചു? ഉത്തരം ഗന്ധകവും തീയും. 19:24. ക്വസ്റ്റ്യൻ: ജനനവും മരണവും ഉണ്ടായി, എന്നാൽ അടക്കം ചെയ്യപ്പെടാത്ത സ്ത്രീ? ഉത്തരം ലോത്തിൻ്റെ ഭാര്യ. 19:26. ക്വസ്റ്റ്യൻ: പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചത് ആര്? ഉത്തരം ലോത്തിൻ്റെ ഭാര്യ. 19:26. ക്വസ്റ്റ്യൻ: ആദ്യത്തെ ഗുഹാവാസികൾ? ഉത്തരം ലോത്തും പെൺമക്കളും. 19:30. ക്വസ്റ്റ്യൻ: സോദോം പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം ഓർത്തത് ആരെയാണ്? ഉത്തരം അബ്രഹാമിനെ. 19:28-29. ക്വസ്റ്റ്യൻ: അമ്മോന്യരുടെ പിതാവ് ആര്? ഉത്തരം ബെൻ അമ്മി. 19:38. ക്വസ്റ്റ്യൻ: കർത്താവേ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ? ആരുടെ വാക്കുകൾ? ഉത്തരം അബീമേലെക്കിൻ്റെ. 20:4. ക്വസ്റ്റ്യൻ: നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ് ദൈവം പറഞ്ഞത്? ഉത്തരം അബ്രഹാം അബീമേലെക്കിനു വേണ്ടി. 20:7. ക്വസ്റ്റ്യൻ: അബ്രഹാമിന് ബോധിച്ചിടത്ത് പാർക്കാൻ അനുവാദം കൊടുത്തതാര്? ഉത്തരം ഗരാർ രാജാവായ അബിമേലെക്ക്. 20:15. ക്വസ്റ്റ്യൻ: അബ്രഹാം ഒരു പ്രവാചകനായിരുന്നു. ആരാണ് ആ പദവി വെളിപ്പെടുത്തിയത്? ഉത്തരം ദൈവം. 20:6-7 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: അബ്രഹാം മമ്രയുടെ തോപ്പിൽ നിന്നും പോയി
പരദേശിയായി പാർത്ത സ്ഥലമേത്? ഉത്തരം ഗരാർ. 20-1. ക്വസ്റ്റ്യൻ: ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്വപ്നം ആരുടേത്? ഉത്തരം അബീമേലെക്കിൻ്റെ. 20-3. ക്വസ്റ്റ്യൻ: ഈ സ്ഥലത്ത് ദൈവഭയമില്ല. ഏത് സ്ഥലത്ത്? ഉത്തരം ഗരാരിൽ. 20-1-11. ക്വസ്റ്റ്യൻ: അപ്പൻ്റെ മകളാണ്, അമ്മയുടെ മകളല്ല. ഈ സ്ത്രീ ആര്? ആരുടെ ഭാര്യ? ഉത്തരം സാറ, അബ്രഹാമിൻ്റെ. 20-12. ക്വസ്റ്റ്യൻ: അബീമേലെക്കിനും ഭവനത്തിനും വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകൻ ആര്? ഉത്തരം അബ്രഹാം. 20-17. ക്വസ്റ്റ്യൻ: ഇസ്ഹാക്ക് ജനിക്കുമ്പോൾ അബ്രഹാമിൻ്റെ വയസ്സ് എത്ര? ഉത്തരം 100. 21-5. ക്വസ്റ്റ്യൻ: ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ ഇസ്മായേലിന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 14 വയസ്സ്. 16-16, 21-5. ക്വസ്റ്റ്യൻ: ഹാഗാർ ഏത് മരുഭൂമിയിലാണ് ഉഴന്നു നടന്നത്? ഉത്തരം ബെർഷേബ. 21-14. ക്വസ്റ്റ്യൻ: ഹാഗാർ പ്രസവിച്ച മകൻ ആര് എന്ന് സാറ കണ്ടു? ഉത്തരം പരിഹാസി. 21-9. ക്വസ്റ്റ്യൻ: മരുഭൂമിയിൽ വെച്ച് ഉറക്കെ കരഞ്ഞവൾ ആര്? ഉത്തരം ഹാഗാർ. 21-16. ക്വസ്റ്റ്യൻ: അബ്രഹാമും അബീമേലെക്കും സത്യം ചെയ്ത ദേശത്തിന് കൊടുത്ത പേരെന്ത്? ഉത്തരം ബെർഷേബ. 21-31. ക്വസ്റ്റ്യൻ: അബ്രഹാം ബെർഷേബയിൽ നട്ട വൃക്ഷം ഏത്? ഉത്തരം പിജുല വൃക്ഷം. 21-33. ക്വസ്റ്റ്യൻ: നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങിവരാം എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം അബ്രഹാം ബാല്യക്കാരോട്. 22-5. ക്വസ്റ്റ്യൻ: അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ മലയുടെ പേര്? ഉത്തരം മോറിയ മല. 22-2. ക്വസ്റ്റ്യൻ: യാഗം കഴിച്ച സ്ഥലത്തിന് അബ്രഹാം നൽകിയ പേര്? ഉത്തരം യഹോവ യിരേ. 22-14. ക്വസ്റ്റ്യൻ: ഊസിൻ്റെ അനുജൻ ആര്? ഉത്തരം ബൂസ്. 22-21. ക്വസ്റ്റ്യൻ: സാറായുടെ ആയുഷ്കാലം? ഉത്തരം 127 സംവത്സരം. 23-1. ക്വസ്റ്റ്യൻ: സാറ മരിച്ചത് എവിടെ വെച്ച്? ഉത്തരം കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിൽ വെച്ച്. 23-1. ക്വസ്റ്റ്യൻ: അബ്രഹാമിനെ അടക്കം ചെയ്തത് എവിടെയാണ്? ഉത്തരം മക്പേല ഗുഹയിൽ. 23-19. ക്വസ്റ്റ്യൻ: റിബേക്കയുടെ സഹോദരൻ ആര്? ഉത്തരം ലാബാൻ. 24-9. ക്വസ്റ്റ്യൻ: അബ്രഹാമിൻ്റെ ദാസൻ റിബേക്കയ്ക്ക് കൊടുത്ത 2 പൊൻവളകളുടെ തൂക്കം എത്ര? ഉത്തരം 10 ഷേക്കൽ. 24-22. ക്വസ്റ്റ്യൻ: ഇസ്ഹാക്ക് റിബേക്കയെ എതിരേറ്റ് ചെന്ന സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം ബെർ ലഹയീരോയി. 24-62. ക്വസ്റ്റ്യൻ: ഇസ്ഹാക്കിൻ്റെ ഭാര്യയുടെ പേര്? ഉത്തരം റിബേക്ക. 24-67.
ക്വസ്റ്റ്യൻ: അബ്രഹാമിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു? ഉത്തരം: 8 മക്കൾ. ക്വസ്റ്റ്യൻ: ഞാൻ അബ്രഹാമിൻ്റെ ഒരു കൊച്ചുമകനാണ്. എൻ്റെ പേര് കേട്ടാൽ തോന്നും ഒരു അളവ് ആണെന്ന്. ഞാൻ ആര്? ഉത്തരം: ഏഫ. അബ്രഹാമിൻ്റെ മകനായ മിദ്യാൻ്റെ മകൻ ഏഫ. ക്വസ്റ്റ്യൻ: അബ്രഹാം ദാനങ്ങൾ കൊടുത്തത് ആർക്ക്? ഉത്തരം: വെപ്പാട്ടികളുടെ മക്കൾക്ക്. 25-6. ക്വസ്റ്റ്യൻ: ഏത് ഗുഹയിലാണ് സാറയെ അടക്കം ചെയ്തത്? ഉത്തരം: മക്പേല ഗുഹയിൽ. 25-9. ക്വസ്റ്റ്യൻ: അബ്രഹാമിൻ്റെ ആയുഷ്കാലം? ഉത്തരം: 175 സംവത്സരം. 25-7. ക്വസ്റ്റ്യൻ: ഇസ്മായേലിൻ്റെ ആദ്യജാതൻ ആര്? ഉത്തരം: നെബായോത്ത്. 25-13. ക്വസ്റ്റ്യൻ: സാറായുടെ മരണശേഷം അബ്രഹാം എത്ര വർഷം ജീവിച്ചിരുന്നു? ഉത്തരം: 38 വർഷം. 23-1, 25-7. ക്വസ്റ്റ്യൻ: ഇസ്ഹാക്കിനെ യഹോവ അനുഗ്രഹിച്ചത് എപ്പോൾ? ഉത്തരം: അബ്രഹാം മരിച്ച ശേഷം. 25-11. ക്വസ്റ്റ്യൻ: സാധുശീലനും കൂടാരവാസിയും ആയിരുന്നത് ആര്? ഉത്തരം: യാക്കോബ്. 25-27. ക്വസ്റ്റ്യൻ: ബൈബിളിൽ ആദ്യമായി ഇരട്ട പ്രസവിച്ച സ്ത്രീ? ഉത്തരം: റിബേക്ക. 25-23. ക്വസ്റ്റ്യൻ: ആരുടെ ഉദരത്തിൽ നിന്നാണ് 2 ജാതികളും 2 വംശങ്ങളും പിറന്നത്? ഉത്തരം: റിബേക്കയുടെ. 25-23. ക്വസ്റ്റ്യൻ: ശരീരം മുഴുവനും രോമം നിറഞ്ഞിരുന്നവൻ ആര്? ഉത്തരം: ഏശാവ്. 25-25. ക്വസ്റ്റ്യൻ: ജനനത്തിങ്കൽ ജ്യേഷ്ഠൻ്റെ കുതികാൽ പിടിച്ചിരുന്നവൻ? ഉത്തരം: യാക്കോബ്. 25-26. ക്വസ്റ്റ്യൻ: യാക്കോബ് ഏശാവിന് എന്തുകൊണ്ടുള്ള പായസമാണ് കൊടുത്തത്? ഉത്തരം: പയർ. 25-34. ക്വസ്റ്റ്യൻ: ഏശാവ് അലക്ഷ്യമാക്കിക്കളഞ്ഞത് എന്താണ്? ഉത്തരം: ജ്യേഷ്ഠാവകാശം. 25-34. ക്വസ്റ്റ്യൻ: ആരാണ് പായസത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞത്? ഉത്തരം: ഏശാവ്. 25-34. ക്വസ്റ്റ്യൻ: ഇസ്ഹാക്ക് ക്ഷാമമുണ്ടായപ്പോൾ ആരുടെ അടുത്തേക്കാണ് പോയത്? ഉത്തരം: അബിമേലെക്കിൻ്റെ. 26-1. ക്വസ്റ്റ്യൻ: ഭാര്യയെ സഹോദരി എന്ന് വിളിച്ച രണ്ടാമത്തെ ആൾ ആരാണ്? ഉത്തരം: ഇസ്ഹാക്ക്. 26-7. ക്വസ്റ്റ്യൻ: ഇസ്ഹാക്ക് യാഗപീഠം പണിതത് എവിടെ? ഉത്തരം: ബേർഷേബയിൽ. 26-23-26 വരെ. ക്വസ്റ്റ്യൻ: അബിമേലെക്കിൻ്റെ സ്നേഹിതൻ ആര്? ഉത്തരം: അഹൂസത്ത്. 26-26. ക്വസ്റ്റ്യൻ: എൻ്റെ മരണദിവസം അറിയുന്നില്ല എന്ന് മകനോട് പറഞ്ഞ അപ്പൻ ആര്? ഉത്തരം: ഇസ്ഹാക്ക്. 27-2. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ നാമത്തിൽ കള്ളം പറഞ്ഞത് ആര്? ഉത്തരം: യാക്കോബ്. 27-20. ക്വസ്റ്റ്യൻ: ഇറച്ചി കൂടാതെ യാക്കോബ് ഇസ്ഹാക്കിന് നൽകിയത് എന്തെല്ലാം? ഉത്തരം: വീഞ്ഞ്. 27-25. ക്വസ്റ്റ്യൻ: വേട്ടയിറച്ചി കൊടുത്ത് അനുഗ്രഹം ചോദിച്ചത് ആര്?
ഉത്തരം ഏശാവ് 27:31. ക്വസ്റ്റ്യൻ: യാക്കോബിൻ്റെ യാത്രയിൽ സൂര്യൻ അസ്തമിച്ച സ്ഥലമേത്? ഉത്തരം ലൂസ് 28:11-19. ക്വസ്റ്റ്യൻ: സ്വർഗത്തോളം എത്തുന്ന കോവണി സ്വപ്നം കണ്ടതാര്? ഉത്തരം യാക്കോബ് 28:12. ക്വസ്റ്റ്യൻ: ലൂസ് എന്ന സ്ഥലത്തിൻ്റെ പുതിയ പേര് എന്ത്? ഉത്തരം ബേഥേൽ 28:19. ക്വസ്റ്റ്യൻ: യാക്കോബ് നേർച്ച നേർന്ന സ്ഥലമേത്? ഉത്തരം ബേഥേൽ 28:19. ക്വസ്റ്റ്യൻ: യാക്കോബിന് റാഹേലിനെ പരിചയപ്പെടുത്തിയത് ആര്? ഉത്തരം ഹാരാന്യർ 29:4-6. ക്വസ്റ്റ്യൻ: യാക്കോബ് റാഹേലിനെ ഭാര്യയായി സ്വന്തമാക്കുവാൻ വേണ്ടി എത്ര വർഷം ലാബാനെ സേവിച്ചു? ഉത്തരം 14 വർഷം 29:18, 27, 28. ക്വസ്റ്റ്യൻ: ഞാൻ അനിഷ്ട എന്നു പറഞ്ഞ് ലേയ പ്രസവിച്ച മകനാര്? ഉത്തരം ശിമിയോൻ 29:33. ക്വസ്റ്റ്യൻ: എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ സ്ത്രീ ആര്? ഉത്തരം റാഹേൽ 30:1. ക്വസ്റ്റ്യൻ: ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും. ഇതാരുടെ വാക്കുകൾ? ഉത്തരം ലേയ 30:13. ക്വസ്റ്റ്യൻ: സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞത് എപ്പോൾ? ഉത്തരം ആശേർ ജനിച്ചപ്പോൾ 30:12-13. ക്വസ്റ്റ്യൻ: രൂബേൻ പുറപ്പെട്ട് വയലിൽ ദൂദായിപ്പഴം കണ്ട് തൻ്റെ അമ്മയായ ലേയയുടെ അടുക്കൽ കൊണ്ടുവന്നത് ഏത് കാലത്ത്? ഉത്തരം ഗോതമ്പ് കൊയ്ത്തു കാലത്ത് 30:14. ക്വസ്റ്റ്യൻ: യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പ്രവചിച്ച യാക്കോബിൻ്റെ ഭാര്യ ആര്? ഉത്തരം റാഹേൽ 30:24. ക്വസ്റ്റ്യൻ: ഏതെല്ലാം വൃക്ഷത്തിൻ്റെ പച്ചക്കൊമ്പുകളാണ് ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തിയിൽ യാക്കോബ് വെച്ചത്? ഉത്തരം പുന്ന, ബദാം, അരിഞ്ഞിൽ 30:37. ക്വസ്റ്റ്യൻ: യാക്കോബ് ആരുടെ മുഖത്ത് നോക്കിയാറേ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെയല്ല എന്ന് കണ്ടു? ഉത്തരം ലാബാൻ്റെ മുഖത്ത് 31:2. ക്വസ്റ്റ്യൻ: യാക്കോബ് ആളയച്ച് വയലിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ അടുക്കൽ വിളിപ്പിച്ചത് ആരെയൊക്കെ? ഉത്തരം റാഹേലിനെയും ലേയയെയും 31:4. ക്വസ്റ്റ്യൻ: റാഹേൽ മോഷ്ടിച്ചത് എന്ത്? ഉത്തരം തൻ്റെ അപ്പനുള്ള ഗൃഹവിഗ്രഹങ്ങളെ 31:19. ക്വസ്റ്റ്യൻ: ബൈബിളിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ മോഷ്ടാവ്? ഉത്തരം റാഹേൽ 31:19. ക്വസ്റ്റ്യൻ: അപ്പൻ്റെ ഗൃഹബിംബം മോഷ്ടിച്ച മകൾ? ഉത്തരം റാഹേൽ 31:19. ക്വസ്റ്റ്യൻ: അമ്മായിയപ്പനെ തോൽപ്പിച്ച മരുമകൻ ആര്? ഉത്തരം യാക്കോബ് 31:20. ക്വസ്റ്റ്യൻ: ലാബാൻ ആരെ കൂട്ടിക്കൊണ്ട് യാക്കോബിനെ പിന്തുടർന്നു? ഉത്തരം തൻ്റെ സഹോദരന്മാരെ 31:23. ക്വസ്റ്റ്യൻ: തൻ്റെ പിതാവിൻ്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തത് ആര്? ഉത്തരം യാക്കോബ് 31:53. ക്വസ്റ്റ്യൻ: യാക്കോബ് ഗിലെയാദ് പർവ്വതം വിട്ട് തൻ്റെ വഴിക്ക് പോയപ്പോൾ എതിരെ വന്നവർ ആര്?
ഉത്തരം ദൈവത്തിൻ്റെ ദൂതന്മാർ 32:1. ക്വസ്റ്റ്യൻ: നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ആര് പറഞ്ഞു? ഉത്തരം യാക്കോബ് 32:26. ക്വസ്റ്റ്യൻ: യാക്കോബ് ദൂതനുമായി മൽപ്പിടുത്തം നടത്തിയ സ്ഥലമേത്? ഉത്തരം യാബോക്ക് 32:22 മുതൽ 24 വരെ. ക്വസ്റ്റ്യൻ: ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല ആര് പറഞ്ഞു? ഉത്തരം യാക്കോബ് 32:30. ക്വസ്റ്റ്യൻ: ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് എന്തു പേരിട്ടു? ഉത്തരം പെനിയേൽ 32:30. ക്വസ്റ്റ്യൻ: യാക്കോബ് ദൈവത്തിൻ്റെ ദൂതന്മാരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സേന എന്നു പറഞ്ഞ് ആ സ്ഥലത്തിന് ഇട്ട പേരെന്ത്? ഉത്തരം മഹനയീം 32:2. ക്വസ്റ്റ്യൻ: യാക്കോബ് ഏശാവിനോട് കൂടെ എത്ര ആൾ വരുന്നത് കണ്ടു? ഉത്തരം 400 33:1. ക്വസ്റ്റ്യൻ: എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ ആര് ആരോട് പറഞ്ഞു? ഉത്തരം യാക്കോബ് ഏശാവിനോട് 33:10. ക്വസ്റ്റ്യൻ: ആരുടെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുന്നു എന്നാണ് യാക്കോബ് ഏശാവിനോട് പറഞ്ഞത്? ഉത്തരം ദൈവത്തിൻ്റെ മുഖം 33:10. ക്വസ്റ്റ്യൻ: യാക്കോബ് തനിക്ക് ഒരു വീട് പണിതു, കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടിയത് എവിടെ? ഉത്തരം സുക്കോത്തിൽ 33:17. ക്വസ്റ്റ്യൻ: ഹാമോരിൻ്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങിയ നിലത്ത് പണിത യാഗപീഠത്തിന് യാക്കോബ് ഇട്ട പേരെന്ത്? ഉത്തരം ഏൽ എലോഹെ ഇസ്രായേൽ 33:20. ക്വസ്റ്റ്യൻ: ലേയായുടെ മകൾ? ഉത്തരം ദീന 34:1. ക്വസ്റ്റ്യൻ: യാക്കോബിൻ്റെ മകൾ ദീനയെ അപഹരിച്ചു കൊണ്ടുപോയത് ആരെ? ഉത്തരം ശേഖേം 34:2. ക്വസ്റ്റ്യൻ: തൻ്റെ പിതൃഭവനത്തിൽ എല്ലാവരിലും ശ്രേഷ്ഠനായിരുന്ന വ്യക്തി? ഉത്തരം ശേഖേം 34:19. ക്വസ്റ്റ്യൻ: ശിമയോനും ലേവിയും താന്താൻ്റെ വാളെടുത്ത് എങ്ങനെയിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു? ഉത്തരം നിർഭയമായിരുന്ന 34:25. ക്വസ്റ്റ്യൻ: യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും അവരുടെ ഇടയിലുള്ള ആരെ നീക്കിക്കളയുവാൻ പറഞ്ഞു? ഉത്തരം അന്യദേവന്മാരെ 35:2. ക്വസ്റ്റ്യൻ: അന്യദേവന്മാരെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബ് ഏത് മരത്തിന് കീഴിൽ കുഴിച്ചിട്ടു? ഉത്തരം കരുവേലകത്തിൻ കീഴിൽ 35:4. ക്വസ്റ്റ്യൻ: ബഥേലിന് യാക്കോബ് ഇട്ട പേര്? ഉത്തരം ഏൽ ബഥേൽ 35:7. ക്വസ്റ്റ്യൻ: അല്ലോൻ ബാക്കൂത്ത് എന്നതിൻ്റെ അർത്ഥം? ഉത്തരം വിലാപവൃക്ഷം 35:8. ക്വസ്റ്റ്യൻ: ദൈവം യാക്കോബിന് നൽകിയ പേരെന്ത്? ഉത്തരം ഇസ്രായേൽ 35:10. ക്വസ്റ്റ്യൻ: ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കും ആരുടെ വാക്കുകൾ? ഉത്തരം സൂതി കർമ്മിണി 35:17. ക്വസ്റ്റ്യൻ: ബെന്യാമീന് അമ്മ ഇട്ട പേരെന്ത്? ഉത്തരം ബെനോനി 35:18. ക്വസ്റ്റ്യൻ: വഴിയിൽ അടക്കം ചെയ്തത് ആരെ? ഉത്തരം
റാഹേലിന് 35:19. ക്വസ്റ്റ്യൻ: റാഹേലിൻ്റെ പുത്രന്മാർ ആരൊക്കെ? ഉത്തരം: യോസേഫും ബെന്യാമീനും 35:24. ക്വസ്റ്റ്യൻ: എവിടെ വച്ചാണ് ഇസ്ഹാക്ക് മരിച്ചത്? ഉത്തരം: ഹെബ്രോൻ 35:28. ക്വസ്റ്റ്യൻ: ഇസ്ഹാക്കിനെ അടക്കം ചെയ്തത് ആരൊക്കെ? ഉത്തരം: ഏശാവും യാക്കോബും 35:29. ക്വസ്റ്റ്യൻ: എന്ത് ഹേതുവായി യാക്കോബും ഏശാവും പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു? ഉത്തരം: ആടുമാടുകൾ ഹേതുവായി 36:7. ക്വസ്റ്റ്യൻ: ഏശാവിൻ്റെ ഭാര്യമാർ ആരൊക്കെ? ഉത്തരം: ആദ, ഒഹൊലിബാമ, ബാസമത്ത് 36:2-3. ക്വസ്റ്റ്യൻ: ഏശാവ് ഏത് പർവ്വതത്തിൽ കുടിയിരുന്നു? ഉത്തരം: സേയീർ പർവ്വതത്തിൽ 36:8. ക്വസ്റ്റ്യൻ: അമാലേക്കിൻ്റെ മാതാവ് ആര്? ഉത്തരം: തിമ്ന 36:12. ക്വസ്റ്റ്യൻ: അന ആരുടെ കഴുതകളെ മേയ്ക്കുമ്പോൾ ചൂടുറവകൾ കണ്ടെത്തി? ഉത്തരം: തൻ്റെ അപ്പനായ സിബയോൻ്റെ 36:24. ക്വസ്റ്റ്യൻ: ഏദോം ദേശം വാണ ബേല ഏത് പട്ടണക്കാരൻ? ഉത്തരം: ദിൻഹാബ 36:32. ക്വസ്റ്റ്യൻ: നദീതീരത്തുള്ള ഒരു പട്ടണം. ഉത്തരം: രഹോബോത്ത് 36:37. ക്വസ്റ്റ്യൻ: ഏദോമ്യരുടെ പിതാവാര്? ഉത്തരം: ഏശാവ് 36:43. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് യോസേഫിനെ അധികം സ്നേഹിച്ച് അവന് എന്തുണ്ടാക്കിച്ചു കൊടുത്തു? ഉത്തരം: ഒരു നിലയങ്കി 37:3. ക്വസ്റ്റ്യൻ: യോസേഫ് കണ്ട സ്വപ്നം അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അവനെ ശാസിച്ചത് ആര്? ഉത്തരം: യാക്കോബ് 37:10. ക്വസ്റ്റ്യൻ: നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് യോസേഫിനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച സഹോദരൻ ആര്? ഉത്തരം: രൂബേൻ 37:21. ക്വസ്റ്റ്യൻ: നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചിട്ട് എന്ത് ഉപകാരം? ആരുടെ വാക്കുകൾ? ഉത്തരം: യഹൂദായുടെ 37:26. ക്വസ്റ്റ്യൻ: അനുജനെ വിറ്റുകളഞ്ഞ ജ്യേഷ്ഠൻ ആര്? ഉത്തരം: യഹൂദ 37:26-27. ക്വസ്റ്റ്യൻ: യോസേഫിനെ സഹോദരന്മാർ ഇശ്മായേല്യർക്ക് എത്ര വെള്ളിക്കാശിന് വിറ്റു? ഉത്തരം: 20 വെള്ളിക്കാശിന് 37:28. ക്വസ്റ്റ്യൻ: മിദ്യാനിയ കച്ചവടക്കാർ യോസേഫിനെ എവിടേക്ക് കൊണ്ടുപോയി? ഉത്തരം: മിസ്രയീമിലേക്ക് 37:28. ക്വസ്റ്റ്യൻ: യാക്കോബിൻ്റെ മക്കളിൽ സഹോദരന്മാരെ എല്ലാം വിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി പാർത്തതാര്? ഉത്തരം: യഹൂദ 38:1. ക്വസ്റ്റ്യൻ: യഹൂദായുടെ സ്നേഹിതൻ ആര്? ഉത്തരം: അദുല്ലാമ്യനായ ഹീര 38:12. ക്വസ്റ്റ്യൻ: താമാർ മൂടുപടം മൂടി പുതച്ച് തിമ്നയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഏത് പട്ടണത്തിൻ്റെ ഗോപുരത്തിൽ ഇരുന്നു? ഉത്തരം: എനയീം പട്ടണത്തിൻ്റെ 38:14. ക്വസ്റ്റ്യൻ:
യഹൂദ പണയമായി താമാറിന് കൊടുത്തത് എന്തൊക്കെ? ഉത്തരം മുദ്രമോതിരവും മോതിരച്ചരടും കയ്യിലെ വടിയും. 38:18. ക്വസ്റ്റ്യൻ: സൂതികർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് കൈക്ക് കെട്ടിയത് ആർക്ക്? ഉത്തരം സേരഹിന്. 38:28. ക്വസ്റ്റ്യൻ: ഇസ്മായേല്യരുടെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ ആരാണ് യോസെഫിനെ വിലയ്ക്ക് വാങ്ങിയത്? ഉത്തരം പോത്തിഫർ. 39:1. ക്വസ്റ്റ്യൻ: ആരുടെ നിമിത്തമാണ് ദൈവം പോത്തിഫറിൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചത്? ഉത്തരം യോസേഫിൻ്റെ. 39:5. ക്വസ്റ്റ്യൻ: കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും ആര് യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു? ഉത്തരം കാരാഗൃഹ പ്രമാണി. 39:22. ക്വസ്റ്റ്യൻ: തന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടു പോന്നതാകുന്നു എന്ന് യോസേഫ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം പാനപാത്രവാഹകനോട്. 40:14-15. ക്വസ്റ്റ്യൻ: അപ്പക്കാരുടെ പ്രമാണി സ്വപ്നത്തിൽ തലയിൽ വെളുത്ത അപ്പമുള്ള എത്ര കൊട്ട കണ്ടു? ഉത്തരം 3 കൊട്ട. 40:16. ക്വസ്റ്റ്യൻ: ജന്മനാളിൽ തൻ്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ച രാജാവാര്? ഉത്തരം ഫറവോൻ. 40:20. ക്വസ്റ്റ്യൻ: പശുക്കൾ പശുക്കളെ തിന്നുന്നത് സ്വപ്നം കണ്ടതാര്? ഉത്തരം ഫറവോൻ. 41:1-4. ക്വസ്റ്റ്യൻ: എത്ര പശുക്കളെയാണ് ഫറവോൻ സ്വപ്നത്തിൽ കണ്ടത്? ഉത്തരം 14. 41:1-4. ക്വസ്റ്റ്യൻ: പ്രഭാതകാലത്ത് വ്യാകുലപ്പെട്ടത് ആരാണ്? ഉത്തരം ഫറവോൻ. 41:8. ക്വസ്റ്റ്യൻ: ഫറവോൻ കണ്ട സ്വപ്നം ആർക്കും വ്യാഖ്യാനിപ്പാൻ കഴിയാതെ വന്നപ്പോൾ പാനപാത്രവാഹകൻ ഫറവോനോട് പറഞ്ഞതെന്താണ്? ഉത്തരം ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു. 41:9. ക്വസ്റ്റ്യൻ: ക്ഷൗരം ചെയ്തതായി ബൈബിളിൽ പറയുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ഉത്തരം യോസേഫ്. 41:14. ക്വസ്റ്റ്യൻ: യോസേഫിൻ്റെ ഭാര്യ ആര്? ഉത്തരം ആസ്നത്ത്. 41:45. ക്വസ്റ്റ്യൻ: എത്ര വയസ്സ് ഉള്ളപ്പോഴാണ് യോസേഫ് ഫറവോൻ്റെ മുമ്പാകെ നിന്നത്? ഉത്തരം 30. 41:46. ക്വസ്റ്റ്യൻ: യോസേഫ് സ്വപ്നം കണ്ടതു മുതൽ ഫറവോൻ്റെ മുമ്പാകെ നിന്നതുവരെയുള്ള കാലയളവ് എത്ര? ഉത്തരം 13 സംവത്സരം. 37:2, 41:51. ക്വസ്റ്റ്യൻ: ഫറവോൻ കണ്ട സ്വപ്നത്തിലെ കതിർ കരിയാൻ കാരണമെന്ത്? ഉത്തരം കിഴക്കൻ കാറ്റ്. 41:23. ക്വസ്റ്റ്യൻ: സാപ്നത്ത് പനേഹ് എന്ന് പേരിട്ടത് ആരാണ്? ഉത്തരം ഫറവോൻ. 41:45. ക്വസ്റ്റ്യൻ: ഓനിലെ പുരോഹിതൻ ആരാണ്? ഉത്തരം പോത്തിഫേറ. 41:45. ക്വസ്റ്റ്യൻ: യോസേഫിൻ്റെ ആദ്യജാതൻ ആരാണ്? ഉത്തരം മനശ്ശെ. 41:51. ക്വസ്റ്റ്യൻ: സഹോദരന്മാരെ യോസേഫ് എത്ര ദിവസമാണ് തടവിൽ ആക്കിയത്? ഉത്തരം 3. 42:17. ക്വസ്റ്റ്യൻ:
ബെന്യാമീനെ കൊണ്ടുവരുവാനായി സഹോദരന്മാരിൽ ആരെയാണ് യോസെഫ് ബന്ധിച്ചത്? ഉത്തരം ശിമയോനെ. 42-24. ക്വസ്റ്റ്യൻ: നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞതാര്? ഉത്തരം യാക്കോബ്. 42-38. ക്വസ്റ്റ്യൻ: അറയിൽ കടന്ന് കരഞ്ഞതാര്? ഉത്തരം യോസേഫ്. 43-30. ക്വസ്റ്റ്യൻ: ആരുടെ കൂടെയാണ് മിസ്രയീമ്യർ ഭക്ഷണം കഴിക്കാത്തത്? ഉത്തരം എബ്രായരോടു കൂടെ. 43-32. ക്വസ്റ്റ്യൻ: ബെന്യാമീന് എത്ര ഓഹരിയാണ് യോസേഫ് കൊടുത്തത്? ഉത്തരം 5 ഇരട്ടി. 43-34. ക്വസ്റ്റ്യൻ: യജമാനൻ ഫറവോനെപ്പോലെ അല്ലോ, ആരുടെ വാക്കുകൾ? ഉത്തരം യഹൂദ. 44-19. ക്വസ്റ്റ്യൻ: മിസ്രയീമ്യരും ഫറവോൻ ഗൃഹവും അത് കേട്ടു, എന്ത്? ഉത്തരം യോസേഫ് കരയുന്നത്. 45-1-2. ക്വസ്റ്റ്യൻ: ദൈവം ഫറവോന് പിതാവാക്കിയത് ആരെ? ഉത്തരം യോസേഫിനെ. 45-8. ക്വസ്റ്റ്യൻ: മകൻ്റെ വാർത്ത കേട്ട് സ്തംഭിച്ചുപോയ പിതാവ് ആരാണ്? ഉത്തരം യാക്കോബ്. 45-26. ക്വസ്റ്റ്യൻ: യാക്കോബിൻ്റെ ആദ്യജാതൻ ആര്? ഉത്തരം രൂബേൻ. 46-8. ക്വസ്റ്റ്യൻ: യാക്കോബിൻ്റെ മക്കളിൽ 2 പേർക്ക് ഒരാൾക്ക് ഒരു മകനും ഒരാൾക്ക് ഒരു മകളും ഒരേ പേരുള്ളവർ ഉണ്ട്. ആ പേരെന്ത്? ഉത്തരം സേരഹ്. യഹൂദയുടെ പുത്രൻ, ആശേരിൻ്റെ പുത്രി. ക്വസ്റ്റ്യൻ: യോസേഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ എവിടേക്ക് പോയി? ഉത്തരം ഗോശനിലേക്ക്. 46-29. ക്വസ്റ്റ്യൻ: ഫറവോൻ യാക്കോബിനോട് ചോദിച്ച ചോദ്യം? ഉത്തരം എത്ര വയസ്സായി? 47-8. ക്വസ്റ്റ്യൻ: മിസ്രയീമ്യൽ യാക്കോബിൻ്റെ മക്കൾ പാർത്ത ദേശമേത്? ഉത്തരം ഗോശൻ. 47-6. ക്വസ്റ്റ്യൻ: യാക്കോബ് ഫറവോനെ എത്ര പ്രാവശ്യം അനുഗ്രഹിച്ചു? ഉത്തരം 2. 47-8-10. ക്വസ്റ്റ്യൻ: മിസ്രയീം ദേശത്തിലേക്കും നല്ല ഭാഗമായ ദേശമേത്? ഉത്തരം റമസേസ്. 47-11. ക്വസ്റ്റ്യൻ: ക്ഷാമം കൊണ്ട് വലഞ്ഞ 2 ദേശങ്ങൾ? ഉത്തരം മിസ്രയീം ദേശവും കനാൻ ദേശവും. 47-13. ക്വസ്റ്റ്യൻ: ക്ഷാമം പ്രബലപ്പെടുക കൊണ്ട് മിസ്രയീമ്യർ തങ്ങളുടെ നിലം വിറ്റു. നിലമെല്ലാം ആർക്കായി? ഉത്തരം ഫറവോന്. 47-20. ക്വസ്റ്റ്യൻ: ആരുടെ നിലം മാത്രം ഫറവോന് ചേർന്നിട്ടില്ല? ഉത്തരം പുരോഹിതന്മാരുടെ. 47-26. ക്വസ്റ്റ്യൻ: യാക്കോബ് മിസ്രയീം ദേശത്ത് വന്നിട്ട് എത്ര സംവത്സരം ജീവിച്ചിരുന്നു? ഉത്തരം 17 സംവത്സരം. 47-28. ക്വസ്റ്റ്യൻ: യാക്കോബിൻ്റെ ആയുഷ്കാലം എത്ര? ഉത്തരം 147 സംവത്സരം. 47-28. ക്വസ്റ്റ്യൻ: മനശ്ശെയും എഫ്രയീമും ആരെന്ന പോലെ എനിക്കുള്ളവരായിരിക്കട്ടെ എന്നാണ് യാക്കോബ് യോസേഫിനോട് പറഞ്ഞത്? ഉത്തരം രൂബേനും ശിമയോനും എന്ന പോലെ. 48-5.
ക്വസ്റ്റ്യൻ: അപ്പൻ വലങ്കൈ എഫ്രയീമിൻ്റെ തലയിൽ വെച്ചു എന്ന് യോസേഫ് കണ്ടപ്പോൾ അവന് എന്ത് തോന്നി? ഉത്തരം: അനിഷ്ടം തോന്നി. 48-17. ക്വസ്റ്റ്യൻ: യാക്കോബ് ഉപയോഗിച്ചിരുന്ന 2 ആയുധങ്ങൾ. ഉത്തരം: വാളും വില്ലും. 48-22. ക്വസ്റ്റ്യൻ: വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. ആര്? ഉത്തരം: രൂബേൻ. 49-4. ക്വസ്റ്റ്യൻ: എൻ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. ആരുടെ? ഉത്തരം: ശിമെയോൻ, ലേവി. 49-5-6. ക്വസ്റ്റ്യൻ: ശിമെയോൻ്റെയും ലേവിയുടെയും വാളുകൾ എന്തിൻ്റെ ആയുധങ്ങൾ? ഉത്തരം: സാഹസത്തിൻ്റെ. 49-5. ക്വസ്റ്റ്യൻ: ആരെയാണ് ബാലസിംഹം എന്ന് യാക്കോബ് വിശേഷിപ്പിച്ചത്? ഉത്തരം: യഹൂദായെ. 49-9. ക്വസ്റ്റ്യൻ: സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നത് ആര്? ഉത്തരം: യഹൂദ. 49-9. ക്വസ്റ്റ്യൻ: വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നത് ആര്? ഉത്തരം: യഹൂദ. 49-11. ക്വസ്റ്റ്യൻ: കപ്പൽ തുറമുഖത്ത് പാർക്കും എന്ന് ആരെക്കുറിച്ചാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സെബൂലൂൻ. 49-13. ക്വസ്റ്റ്യൻ: ആരാണ് അസ്ഥിബലമുള്ള കഴുത? ഉത്തരം: ഇസ്സാഖാർ. 49-14. ക്വസ്റ്റ്യൻ: വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. ആര്? ഉത്തരം: ദാൻ. 49-17. ക്വസ്റ്റ്യൻ: യോസേഫ് എങ്ങനെയുള്ള വൃക്ഷം? ഉത്തരം: ഫലപ്രദമായൊരു വൃക്ഷം. 49-22. ക്വസ്റ്റ്യൻ: കടിച്ചു കീറുന്ന ചെന്നായ് ആര്? ഉത്തരം: ബെന്യാമീൻ. 49-27. ക്വസ്റ്റ്യൻ: രാവിലെ അവൻ ഇരപിടിച്ചു വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. ആര്? ഉത്തരം: ബെന്യാമീൻ. 49-27. ക്വസ്റ്റ്യൻ: ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടത് ആര്? ഉത്തരം: വൈദ്യന്മാർ. 50-2. ക്വസ്റ്റ്യൻ: മിസ്രയീമ്യർ യാക്കോബിനെക്കുറിച്ച് എത്ര ദിവസം വിലാപം കഴിച്ചു? ഉത്തരം: 70 ദിവസം. 50-3. ക്വസ്റ്റ്യൻ: യാക്കോബിനെക്കുറിച്ച് പ്രലാപം കഴിച്ച യോർദാൻ അക്കരെയുള്ള സ്ഥലത്തിൻ്റെ പേരെന്ത്? ഉത്തരം: ഗോരൻ ആത്താദ്. 50-10. ക്വസ്റ്റ്യൻ: യോസേഫ് എത്ര ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു? ഉത്തരം: 7 ദിവസം. 50-10. ക്വസ്റ്റ്യൻ: യോസേഫിൻ്റെ ജീവിതത്തിൽ താൻ എത്ര വർഷമാണ് മിസ്രയീമിൽ പാർത്തത്? ഉത്തരം: 93 വർഷം. 37-2. 50-22. ക്വസ്റ്റ്യൻ: യോസേഫിൻ്റെ മടിയിൽ വളർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം: മാഖീരിൻ്റെ മക്കളെക്കുറിച്ച്. 50-23. ക്വസ്റ്റ്യൻ: യോസേഫിൻ്റെ ആയുഷ്കാലം എത്ര? ഉത്തരം: 110 സംവത്സരം. 50-22-26. ക്വസ്റ്റ്യൻ: മരിച്ചുപോയ പിതാവിൻ്റെ മുഖത്ത് വീണ്
ചുംബിച്ചു കരഞ്ഞതാര്? ഉത്തരം യോസേഫ്. 50-1. ക്വസ്റ്റ്യൻ: ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥികളെയും ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതാര്? ഉത്തരം യോസേഫ്. 50-25. ക്വസ്റ്റ്യൻ: ആരുടെ മൃതദേഹമാണ് സുഗന്ധവർഗം ഇട്ടു മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചത്? ഉത്തരം യോസേഫിൻ്റെ. 50-ാം അധ്യായം 26-ാം വാക്യം. ക്വസ്റ്റ്യൻ: ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ വാക്ക് അവസാന വാക്ക്? ഉത്തരം ആദ്യ വാക്ക് ആദിയിൽ, അവസാന വാക്ക് ശവപ്പെട്ടിയിൽ വെച്ചു. 1-1, 50-26. ക്വസ്റ്റ്യൻ: ഉൽപ്പത്തി പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം വലിയ അധ്യായം 24, 67 വാക്യങ്ങൾ. ചെറിയ അധ്യായം 16, 16 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഉൽപ്പത്തി പുസ്തകം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം ഒന്നാമത്തെ പുസ്തകം. 50 അധ്യായങ്ങൾ, 1533 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.